പിറവത്ത് സാബു കെ ജേക്കബ് LDF സ്ഥാനാർത്ഥിയാകും. അടുത്തിടെയാണ് കോൺഗ്രസ് വിട്ട് സാബു കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നത്. അതേസമയം ഓർത്തഡോക്സ് വിഭാഗക്കാരനായ സാബു കെ ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ യാക്കോബായ സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുമുണ്ട്. സൈഫുനിസ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിൽ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതിയുണ്ടോ? ഹർഷൻ, പിറവം മണ്ഡലം എന്ന് പറയുന്നത് ഭൂരിഭാഗം സമയങ്ങളിലും UDF-നൊപ്പം നിന്ന്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് വലിയ വേരുകളുള്ള ഒരു മണ്ണാണ്. പ്രത്യേകിച്ച് അനൂപ് ജേക്കബ്, TM ജേക്കബിന്റെ മരണശേഷം 2012 നടന്ന തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് MLA ആയതിനു ശേഷം ഇതുവരെ അനൂപ് ജേക്കബ് പരാജയം നേരിടാത്തൊരു സ്ഥലം കൂടിയാണ്. ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. 2016-ൽ 6000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഈ കഴിഞ്ഞ 2021-ൽ 400,000 വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് അനൂപ് ജേക്കബ് MLA ആയി കയറി വന്നത്. അന്ന് കഴിഞ്ഞ തവണ സിന്ധുമോൾ ജേക്കബ് ആയിരുന്നു ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നത്, LDF സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്. അന്ന് ഈ CPM അംഗമായിരിക്കുന്ന സിന്ധുമോൾ ജേക്കബ് എങ്ങനെയാണ് ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന രീതിയിൽ വലിയ വിമർശനമൊക്കെ അന്ന് ഉയർന്നിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചാണ് അന്ന് സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണയും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാബു കെ ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു മുൻധാരണ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ മാസമാണ് സാബു കെ ജേക്കബ്, അതായത് 3 ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് കോൺഗ്രസ് വിട്ട് സാബു കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേർന്നത്. ജോസ് കെ മാണി നടത്തിയ മധ്യമേഖലാ യാത്രയിലൊക്കെ സജീവ സാന്നിധ്യമായി സാബു കെ ജേക്കബ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാബു കെ ജേക്കബിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. ഇതിനൊപ്പം തന്നെ പിറവത്ത് വലിയ സ്വാധീനം സാബുവിനുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത്, സഭാ വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് പിറവം മണ്ഡലം. അതുകൊണ്ട് തന്നെ അവിടെ യാക്കോബായ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. പക്ഷേ ഈ സാബു കെ ജേക്കബ് ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ്. ഓർത്തഡോക്സ് വിഭാഗക്കാരനായ ഒരാളെ യാക്കോബായ സഭാ വോട്ടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലത്തിൽ നിർത്തേണ്ടതില്ല എന്നൊരു പരാതിയും, അതല്ലെങ്കിൽ ഇത്രയും കാലമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പരിഗണിക്കണമെന്ന ഒരു രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ഒരു വിഭാഗത്തിൽ നിന്ന്, ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മിക്കവാറും ഇത്തവണ സാബു കെ ജേക്കബ് തന്നെ അനൂപ് ജേക്കബിനെതിരെ മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹർഷൻ. റൈറ്റ്, സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിയത്.